ഹായ് ഹായ് ഹായ്. ഹായ് സർ. യെസ്. നെക്സ്റ്റ്. നിങ്ങൾ ഡിസൈനേഴ്സ് ഒന്നും അപ്ഡേറ്റ് ചെയ്യുന്നില്ല. പാർട്ടി വെയർന്ന് കേട്ട ഉടനെ പൂരത്തിന് മുത്തുക്കുട വെട്ടിത്തയ്ച്ച പോലെ വരച്ചങ്ങ് വെക്കും. കുറെ മുത്തും ഗിൽറ്റും ബട്ടനും. ഈ കൺസെപ്റ്റ് ഒക്കെ മാറേണ്ട കാലം കഴിഞ്ഞു. അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഈ ഡിസൈൻ ഒന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും സർ? എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. നമ്മൾ ഈ രംഗത്ത് മോണോപ്പൊളി ഒന്നുമല്ല. നിലനിൽക്കാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് കമ്പനികളിലെ ഒന്നു മാത്രമാണ്. കോമ്പറ്റീഷനിൽ പിന്തള്ളപ്പെട്ട പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നമുക്കെന്നല്ല, ആർക്കും. ആ പ്രതിഭയുടെ പ്രതിഭ ഒന്ന് കാണട്ടെ. ഒന്ന് വിളിക്കേ. ഞാൻ വിളിക്കാം സർ. പ്രതിഭ, സർ വിളിക്കുന്നു. ആ ഡിസൈൻസ് കൂടി കയ്യിലെടുത്തോ. ഓക്കെ. ഡിസൈൻസ് ഇരിക്കെ. താങ്ക് യു. ഇത്രയും ഡിസൈൻസ് കണ്ടതില് മനസ്സിനൊരല്പമെങ്കിലും സന്തോഷം തോന്നിയത് തന്റെ ഡ്രോയിങ് കണ്ടപ്പോഴും. താങ്ക് യു. സത്യം പറ, എന്ത് കൺസെപ്റ്റ് വെച്ചിട്ട് ഈ ഡ്രോയിങ്? ദേ, തന്നോട് എനിക്ക് ആരാധന തോന്നുന്നു. പാർട്ടി വെയർ എന്നല്ലേ എന്നോട് പറഞ്ഞത്? പാർട്ടി വെയർ, കല്യാണമോ ഗെറ്റ് ടുഗദറോ അങ്ങനെയുള്ള പാർട്ടിക്കൊക്കെ വേണ്ടിയുള്ള ഡ്രസ്. ഞാനും അത് തന്നെയാണല്ലോ ഉദ്ദേശിച്ചത്. കുറച്ച് ട്രെൻഡി ആയിക്കോട്ടെ എന്ന് കരുതി നെക്ക് പീസ് ഒക്കെ അല്പം താഴ്ത്തി ഡിസൈൻ ചെയ്തു. ഹിപ്പ് ഒന്ന് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും നന്നായി. കഷ്ടം. നിങ്ങൾ വരച്ച ഒരു പാറ്റേൺ പോലും ആവറേജ് ലെവലിൽ നിന്ന് മേളിൽ വന്നിട്ടില്ല. നിങ്ങളൊക്കെ ട്രഡീഷണൽ ഡിസൈൻസ് മാത്രം ഫോളോ ചെയ്യുന്നുണ്ടുള്ള പ്രശ്നമോ? കാലത്തിനൊപ്പം നമ്മളും മാറണം. പണ്ടൊക്കെ കൺവെൻഷനലായ കുറച്ച് ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കല്യാണം എന്ന് പറഞ്ഞ കാഞ്ചീപുരം അല്ലെങ്കിൽ ബനാറസ്, സെറ്റ് സാരി എന്ന് പറഞ്ഞ പുളിയിലക്കര അല്ലെങ്കിൽ ഈർക്കിലിക്കര, അതും അല്ലെങ്കിൽ വീതിക്കസവ്. അതിനപ്പുറം ഒരു അവൈലബിലിറ്റി നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ അവസ്ഥ അതാണോ? ആ ചേഞ്ച് നമ്മളും മനസ്സിലാക്കണം. സർ, ഇവരൊക്കെ നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ലല്ലോ. നിങ്ങള് കുറച്ചും കൂടി ഒന്ന് വിശാലമായിട്ട് ചിന്തിക്കും. ഒരു പാർട്ടി, അത് വളരെ കളർഫുൾ ആയിരിക്കും. ലൈറ്റ്സ്, മ്യൂസിക്, ഡാൻസ്. അത്തരം ഫംഗ്ഷനുകൾക്ക് പങ്കെടുക്കുന്ന 70 to 27 ഏജ് ഗ്രൂപ്പുകാരെ അവരൊന്നും മനസ്സിൽ കാണും. മെജോറിറ്റിയും മാരേജ് കഴിയാത്ത കുട്ടികളായിരിക്കും. അവർക്ക് പലർക്കും ലവേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ വുഡ് ബി. അവരൊക്കെ ഒരുമിച്ച് പങ്കെടുക്കുന്ന ഫംഗ്ഷൻ ആയിരിക്കും. മറ്റുള്ളവരെ വല്ലാതെ തന്നിലേക്ക് ആകർഷിക്കുന്ന ഒരു മാഗ്നറ്റ് പവർ അവരുടെ ഡ്രസ്സിൽ നിന്ന് അവരാഗ്രഹിക്കും. ഈ ഒരു സിറ്റുവേഷൻ, അങ്ങനെ ഒരു പെൺകുട്ടി എന്തു വസ്ത്രമായിരിക്കും ധരിക്കാന്ന് ഒന്ന് ചിന്തിച്ചു നോക്കി. ഡെഫിനറ്റ്ലി you will get a solution. Try again. Thank you. Thank you. ആ, അതെ, നിങ്ങളെ എനിക്ക് പൂർണ്ണ വിശ്വാസം. കാരണം നിങ്ങളൊക്കെ പ്രൂവ് ചെയ്തവരാ. യു ക്യാൻ. ആ, പ്രതിഭ, എടുത്തു വെച്ചോ. അത് ഏതെങ്കിലും ക്യാബ്ര പാർട്ടിയുടെ ഓർഡർ വരുമ്പോ യൂസ് ചെയ്യാം. ഇത് മോളുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. ഒരു പാർട്ടി വെയർ നൈറ്റ് ഡ്രസ് എന്ന് എഴുതി വെച്ചാൽ പോലും ചെലവാവില്ല. കൊണ്ടുപോ.
സർ, ഉം. ഞാനൊരു കാര്യം പറഞ്ഞ സർ ദേഷ്യപ്പെടുവോ? പറ. കഴിഞ്ഞ ദിവസം സർ പറഞ്ഞു വിട്ട കുട്ടിയില്ലേ, ഉം. ആ കുട്ടി ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉള്ള കുട്ടിയാ. ഡിസൈനിങ്ങിൽ ഗോൾഡ് മെഡൽ ഉള്ള കുട്ടിയാ. അപർണ. നോ, ഇറ്റ്സ് എ ക്ലോസ്ഡ് ചാപ്റ്റർ. ആ റെയിൻബോന്റെ മേലൊന്ന് ചെക്ക് ചെയ്യും. ഓക്കെ സർ. എന്തിനുള്ള പുറപ്പാടാണോ? സർ, മേ ഐ കം ഇൻ? സൊനാലിയിലെ എല്ലാ ഡിസൈനേഴ്സിനെയും ഒരുപോലെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ചിലർക്കെങ്കിലുമൊക്കെ സാറിന്റെ എക്സ്പെക്ടേഷൻസ് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കും. എന്റെ ഈ പുതിയ ഡിസൈൻ കാണുമ്പോ സാറിന് അത് ബോധ്യമാകും. എന്താ, ഇഷ്ടപ്പെട്ടല്ലേ? ഈ പ്രതിഭയുടെ യഥാർത്ഥ പ്രതിഭ പുറത്തെടുക്കാൻ പോകുന്നതേയുള്ളൂ. ഇത് ഇവളുടെ ഡിസൈൻ ആവാൻ വഴിയില്ല. ഇവൾ എന്ത് വരയ്ക്കുമെന്ന് എനിക്കറിയാലോ. സോണി,
ഉം, ഉം, ഉം. സോണി, ഇത് പ്രതിഭയുടെ ഡിസൈനാ. ആക്ച്വലി നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാം സർ. ഉം. ഈ ടാലൻസ് ഒക്കെ ഉള്ളിൽ വെച്ചിട്ട് എടുക്കാത്താണല്ലേ? സൊനാലിയിലെ കൊലകൊമ്പന്മാരായിട്ടുള്ള ഡിസൈനേഴ്സിനെ കൊണ്ട് പറ്റാത്തത് ഈ പാവം മുന്നൂനെ കൊണ്ട് സാധിച്ചു അല്ലേ? മുന്നു വിചാരിച്ചാലും എന്തെങ്കിലുമൊക്കെ നടക്കും. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? സോറി മുന്നു, നിന്റെ കഴിവുകൾ കണ്ടെത്താൻ താമസിച്ചു. യു ആർ ഓൾസോ ടാലന്റഡ്, റിയലി ടാലന്റഡ്. അതിനുള്ള തെളിവാണ് ഈ ഡിസൈൻ. അതാണ് മുന്നു. സോണി ഇരിക്കും. സോണി, നമുക്കേ ഇതിൽ 1-2 കറക്ഷനോട് വരുത്തിയാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അതെ സർ. മുനു, നമുക്കിതിലെ 1-2 ചെറിയ കറക്ഷനോട് വരുത്തിയാൽ കുറച്ചുകൂടി സൂപ്പർ ആവും. ഷുവർ. എന്ത് കറക്ഷനാ വേണ്ടത്? ഈ ഫ്രണ്ടിലുള്ള ഫ്രിൽസ് കണ്ടോ? അത് നമുക്ക് അങ്ങ് അവോയ്ഡ് ചെയ്യാം. അപ്പൊ അത് കുറച്ചുകൂടെ ബോഡിയിലേക്ക് പറ്റിച്ചേർന്ന് കിടക്കും. പിന്നെ ഈ ഷോൾഡർ ഡിസൈൻ അത് കുറച്ച് താഴത്തേക്ക് വരണം. അത്രേ ഉള്ളോ? അത് ഞാൻ വരച്ചോണ്ട് വരാം. നാളെ പോരെ? എന്തിനാ നാളത്തേക്ക് മാറ്റുന്നേ? ഇന്ന് തന്നെ ചെയ്തൂടെ? എന്നാ ഞാൻ ടേബിളിൽ ചെന്ന് കറക്റ്റ് ചെയ്തോണ്ട് വരാം. നോ 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 നോ, ഈ നിസാര കാര്യത്തിനോ? ദേ, ഈ പെൻസിൽ പിടിച്ചേ, ഇവിടെ ഇരുന്ന് കറക്റ്റ് ചെയ്തേ. ഇതൊരു മൈനർ കറക്ഷൻ അല്ലേ? അതിനെന്തിനാ ടേബിളിലേക്ക് പോകുന്നേ? കമോൺ, ചെയ്. മുനു, AC തണുപ്പ് കുറവുണ്ടോ? കൂട്ടിയിരുന്നോ? വേണ്ട, കുഴപ്പമില്ല. നന്നായിട്ട് വേർക്കുന്നുണ്ടല്ലോ, എന്തു പറ്റി? ഇല്ല, ഒന്നുമില്ല. എന്താ, താൻ വരച്ചതല്ലേ ഇത്? അതെ, ഇത് ഞാൻ വരച്ചതാ. പിന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്താ? വേറെ പേപ്പർ വേണോ? സോണി ഒരു പേപ്പർ കൊടുത്തു. വേണ്ട. സമയം കളയാതെ കറക്റ്റ് ചെയ്യും. ഞാൻ കറക്റ്റ് ചെയ്തോണ്ട് വരാം. എന്താ പ്രശ്നം? വാട്ട്സ് റോങ് വിത്ത് യു? ലെറ്റ്സ് ഫിനിഷ്. സോറി, ഇത് ഞാൻ വരച്ചതല്ല. പിന്നെ ആര് വരച്ച? ഇത് ഇവിടുന്ന് പറഞ്ഞോട്ട് അപർണയില്ലേ, അവള് വരച്ചതാ. അത് പറയാൻ നിനക്ക് ഇത്ര സമയം വേണ്ടി വന്നോ? ഒറ്റ നോട്ടത്തിൽ അതെനിക്ക് മനസ്സിലായല്ലോ. ഇടി ടാലന്റ് ഇൻബോൺ ആയിട്ട് കിട്ടേണ്ട. എന്തുകൊണ്ടാണ് നിനക്ക് ആ കഴിവ് കിട്ടാത്തതെന്ന് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. ബാക്കിയും കൂടെ എന്നെ കണ്ട് പറയിപ്പിക്കാതെ എഴുന്നേറ്റ് പൊടി. ഔട്ട്. ഇത് അപർണ മുരളിയുടെ ഡിസൈൻ തന്നെയാണോ? അതെ സർ. ആ കുട്ടി ടേബിളിൽ വെച്ച് മറന്നുപോയതാ. അപർണ തന്നെയാണ് ഡിസേർവിംഗ് കാൻഡിഡേറ്റ്. പക്ഷെ നമ്മൾ അവളെ ഒഴിവാക്കി. സർ, ഞാൻ അപർണയെ ഒന്ന് കോൾ ചെയ്യട്ടെ? നോ. സർ, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവരെക്കാൾ കൂടുതൽ ആവശ്യം നമുക്കാണ്. സോറി, അത് വേണ്ട. നമ്മൾ ഒരിക്കൽ റിജക്ട് ചെയ്തു. നമ്മുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ നമ്മളായിട്ട് തന്നെ എന്തിനാ കളയുന്നേ? നമ്മുടെ കുട്ടികൾ ട്രൈ ചെയ്യല്ലേ, അവര് റിസൾട്ട് തരട്ടെ. പക്ഷേ സർ, നമുക്ക് സമയം തീരെയില്ല. വിത്തിൻ ഡേയ്സ് നമുക്ക് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ. എല്ലാ കമ്പനികളുടെയും എഗ്രിമെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞു.
അഡ്വാൻസും അക്കൗണ്ടിലേക്ക് വന്നു. പ്രോപ്പർ ടൈമിൽ ഡെലിവർ ചെയ്യണ്ടേ സർ? ശരി, അവരുടെ ഡിസൈൻ വരട്ടെ, നമുക്ക് നോക്കാം. ചെല്ലു. ഓക്കെ. അതെ, എന്താ സംഭവം? അതെ, അപർണയുടെ ഡിസൈൻ MD കൊണ്ട് കാണിച്ചു. അപർണയുടെയോ? വല്ല കാര്യമുണ്ടായിരുന്നു വെറുതെ. സർവേ നമ്പർ 141-8 കരഭൂമി. ഇത് 10 സെന്റല്ലേ ഉള്ളൂ? അല്ല, അത് സിറ്റിയില് കളക്ടറേറ്റിനോട് ചേർന്ന് തന്നെയാ. റോഡ് സൈഡ് ആണോ? ആ അതെ, നാഷണൽ ഹൈവേയുടെ അരികില. സെന്റിന് 20 ലക്ഷം രൂപ കിട്ടും. എന്താണേലും പരമാവധി എമൗണ്ട് കൊടുക്കണേ. കണ്ണായ സ്ഥലമില്ലേ? നോക്കാം. കിഴക്ക് സർക്കാർ വക ഭൂമി, മേൽക്ക് പൊതുവഴി. നിങ്ങൾ പറഞ്ഞത് പ്രകാരം ഈ വസ്തുവിന് 2 കോടി രൂപ മതിപ്പ് പോലെ കിട്ടാം. ഞങ്ങളത് 1.5 കൂട്ടും. അതിന്റെ 60% വരെ ഞങ്ങൾ ലോൺ തരാം. ഏകദേശം 1 കോടി രൂപയ്ക്ക് തരാൻ പറ്റും. പക്ഷെ നമ്മുടെ ആൾക്കാർ വന്ന് വാല്യൂ ചെയ്തതിനു ശേഷമേ ബാക്കി പറയാൻ പറ്റൂ. ആൾക്കാർ വന്ന് വാല്യൂ ചെയ്യൂ? ആ, അല്ലാതെ പറ്റില്ലല്ലോ. അത് വേണമല്ലോ. വേറെ ചുറ്റിക്കിട്ടൊന്നുമില്ലാത്ത പ്ലോട്ട് ആണെങ്കിൽ ഒരാഴ്ചക്കകത്ത് ഞങ്ങൾ കാശ് തരും. പെട്ടെന്ന് റെഡിയാക്കാം. ഒറിജിനൽ ആധാരം, ഇത് കോപ്പിയല്ലേ? മുൻ ആധാരം, ടാക്സ് റെസീപ്റ്റ്, പൊസിഷൻ സർട്ടിഫിക്കറ്റ്, ഈ 4 കാര്യങ്ങൾ കൂടി വേണം. രജിസ്റ്റർ ചെയ്യണം അല്ലേ? ആ, രജിസ്റ്റർ ചെയ്യണം. എന്നാലല്ലേ ഫണ്ട് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ തിരിച്ചടവും സെറ്റിൽമെന്റും ഒക്കെ ക്ലിയർ ആണെങ്കിൽ പ്രമാണം അപ്പൊ തന്നെ എടുത്തുകൊണ്ട് പോവാം. വേറെ പ്രശ്നമൊന്നുമില്ല. ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഒന്നും എന്റെ കയ്യിലില്ല. ഈ കോപ്പി മാത്രമേ ഉള്ളൂ. എങ്കിലൊരു കാര്യം ചെയ്യ്, സ്ഥലം വാല്യൂ ചെയ്യാൻ വരുമ്പോ അത് അവരുടെ കൈ കൊടുത്താൽ മതി. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. അല്ല, ഞാൻ അവിടെ ചെല്ലാതെ ഒറിജിനലൊന്നും എടുക്കാൻ പറ്റില്ല. ലോക്കറിലിരിക്കുക. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നേ? എഗ്രിമെന്റ് പ്രിപ്പയർ ചെയ്യാനേ ഈ ഫോട്ടോസെറ്റ് കോപ്പി മതി. പക്ഷേ സൈൻ ചെയ്യുന്നതിന് മുമ്പ് ഒറിജിനൽ ഡോക്യുമെന്റ് കിട്ടണം. ഇതിന് വരും കടലാസിന്റെ വില മാത്രമേ ഉള്ളൂ. പിന്നെ എങ്ങനെയാ ക്യാഷ് ഇരുന്നത്? അല്ല, ഈ ഡോക്യുമെന്റ്സ് വെച്ചിട്ട് അത്യാവശ്യം കുറച്ച് ഫണ്ട് തന്നൂടെ? ഒരു 4 മാസത്തേക്കെങ്കിലും.